നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരുവ് കത്തിക്കുന്നു, ഫ്ലെക്സുകളിൽ കരിയോയിൽ ഒഴിക്കുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് സ്വയം ജീവത്യാഗം ചെയ്യാൻ ഒരു കൂട്ടർ ഇറങ്ങുന്നു. വി.ഡി. സതീശന്റെ ചാവേറുകൾ കേരളത്തിൽ സമരം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യം മുഖ്യമന്ത്രി കസേര വി.ഡി. സതീശന് തന്നെ കൊടുക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF തയ്യാറായപ്പോൾ അവരൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ടീം UDF കേരളം പിടിക്കും, ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇറങ്ങുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. അങ്ങനെ ഒറ്റക്കെട്ടായി ഇറങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം UDF നേടുകയും ചെയ്തു. CPM-നെ ഒരു 35 സീറ്റിലേക്ക് ഒതുക്കി. നിസ്സാര കാര്യമല്ല. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികൾ, തെരുവ് കത്തിക്കുന്ന പ്രതിഷേധങ്ങൾ. കസേരയ്ക്ക് വേണ്ടിയാണ് എന്നോർക്കണം. പക്ഷെ നിങ്ങൾ നേതാക്കൾ മറന്നു പോകുന്ന ചിലതുണ്ട്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. പരിഹാസ്യമാണ്, പുച്ഛമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അധികാര വടംവലി കാണുമ്പോൾ തോന്നുന്നത്. ടീം UDF ഞങ്ങൾ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്താതെ ടീം UDF എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റയാളെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? അപ്പോൾ പ്രസ്ഥാനമല്ല വലുത്, ഇവിടുത്തെ ജനങ്ങളല്ല നിങ്ങൾക്ക് വലുത്, കേരളവുമല്ല നിങ്ങൾക്ക് വലുത്, അധികാരം അത് മാത്രമാണ് നിങ്ങൾക്ക് വലുത്. അത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തലയിൽ കൈവച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനിവന്മാരെ ജയിപ്പിച്ചു വിട്ടു എന്ന്. KC വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ സൈബർ ഗ്രൂപ്പുകളെ ഇറക്കി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ്. പ്രതിഷേധം കത്തിക്കുന്നതിന് വേണ്ടി, കേരളം കത്തിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ നിന്ന് കത്തുകയാണ്. ഓരോ നേതാക്കന്മാരുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ചേരി തിരിഞ്ഞ് അടി നടത്തുന്നു, പരസ്പരം മുഖത്ത് തുപ്പുന്നു, ചെളിവാരി എറിയുന്നു, മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ശരിക്കും അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളിൽ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട്, പിണറായിയെ തറപറ്റിക്കണം എന്നുള്ളത് കൊണ്ട്, CPM-നെ പിണറായിസത്തിൽ നിന്ന് പിടിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് അധികാരം കിട്ടി. ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ കറകളഞ്ഞ CPM-കാരും നിങ്ങളെ വിജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റി. തിരിച്ച് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് അവരോട്? നന്ദികേടാണ്. ഇങ്ങനെ ചേരി തിരിഞ്ഞ് അടി നടത്താൻ നിങ്ങൾക്ക് ലേശം ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് ചോദിക്കാതെ മറ്റ് നിവർത്തിയില്ല. 5 വർഷം നിങ്ങൾ തികയ്ക്കുമോ എന്ന് വരെ പലരും ചോദിക്കുകയാണ്. ട്രോളുകളുടെ പൂരമാണ്, ട്രോളുകളുടെ പെരുമഴ. ഈ നേതാക്കന്മാർ ആരെങ്കിലും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചാകാൻ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം അമ്മാതിരി ട്രോളുകളാണ്. ആഴ്ചയിൽ 7 ദിവസം, 6 ദിവസം 6 മുഖ്യമന്ത്രിമാർ, 7ാം ദിവസം അവധി. ഇതാണ് ഒരു പരിഹാസം. ഇത് എത്രയോ ദിവസങ്ങളായി ഈ ഒരു ട്രോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിട്ടുതരില്ലടാ, നീ നോക്കണ്ടടാ, പോയി പണി നോക്കടാ. ഇത്തരത്തിൽ KC-യും RC-യും VD-യും കൂടി ചേരി തിരിഞ്ഞ് അടി നടത്തുന്നു എന്നുള്ള ട്രോള് മറ്റൊരു വഴിക്ക്. കസേരയ്ക്ക് വേണ്ടി അടി നടത്തുന്ന ഇവന്മാർ കേരളം ഇനി എങ്ങനെ നോക്കാനാണെന്ന് മറ്റ് ട്രോളുകൾ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതിന് തുല്യമാണിതെന്ന് പലരും പരിഹസിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ഉളുപ്പ് തോന്നുന്നില്ലെങ്കിൽ വല്ലാത്ത തൊലിക്കട്ടി തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എന്തായാലും 5 വർഷം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അധികാരത്തിൽ വരും എന്ന് കരുതരുത്. കാരണം നിങ്ങൾക്ക് അധികാരം തന്നിട്ട് ഇങ്ങനെ കേരളം തമ്മിലടി കൊണ്ട് നിറയുന്നത് കാണാൻ സൗകര്യമില്ല എന്ന് ജനങ്ങൾ ഇപ്പോഴേ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്തെല്ലാം പ്രതിഷേധങ്ങളായിരുന്നു തെരുവിൽ നടന്നത്. വി.ഡി. സതീശന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മുറവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ദിവസങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് തൊട്ട്, ഒരുപക്ഷെ അതിനു മുൻപ് തൊട്ട് തുടങ്ങിയതാണ് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വി.ഡി. സതീശന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ. ശരിയാണ്, നമ്മൾ മൊത്തത്തിൽ ഈ ചിത്രം പരിശോധിക്കുമ്പോൾ വി.ഡി. സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായവർ തന്നെയാണ്. പക്ഷേ ഒരാളെയല്ലേ തെരഞ്ഞെടുക്കാൻ കഴിയൂ? നേതാക്കന്മാർ പരസ്പരം ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് മാറി നിന്ന് കൊടുക്കൂ എന്ന് വരെ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മാറി നിൽക്കാൻ സൗകര്യമില്ല, കസേരയും കൊണ്ടേ പോകൂ എന്നാണ് പലരും പറയുന്നത്. KC വേണുഗോപാലിനെ കേരളത്തിൽ കാലുകുത്തിക്കില്ലെന്നും കെട്ടിയിറക്കിയവന്മാർ അങ്ങനെ വാഴാൻ നിൽക്കണ്ട എന്നും വാഴിക്കില്ലെന്നും പച്ചയ്ക്ക് മുറവിളികൾ.
ഇങ്ങനെ ഈ KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും സൈബർ ഗ്രൂപ്പുകൾ പരസ്പരം നേതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചയ്ക്ക് പുളിച്ചതെറി വിളിക്കുകയാണ്. ഇവർക്കൊക്കെ ഇനി പരസ്പരം കാണുമ്പോൾ എങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നാടകം കളിയാണല്ലോ. അതിൽ അതിഗംഭീര നടനം കാഴ്ചവെക്കുന്നവർക്ക് കപ്പ് കിട്ടും. പിന്നെ ഇതൊരു രാഷ്ട്രീയ കളിയും ഒരു നാടകം കളിയും കൂടി ആയതുകൊണ്ട് ഇനിയും കണ്ടാലും പരസ്പരം ചിരിച്ചു കാണിക്കാൻ ഇവർക്കൊന്നും ഒരു ഉളുപ്പും തോന്നില്ല. കാരണം അമ്മാതിരി രജിസ്ട്രേഡ് തൊലിയാണ്. എന്തായാലും കേരളത്തിന് ഇപ്പോൾ അക്കിടി പറ്റിയിരിക്കുകയാണ്. എന്തിനാണ് ഇവന്മാരെ ജയിപ്പിച്ചതെന്ന് ഇവരുടെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഒരു പറ്റം മനുഷ്യർ, കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ മനുഷ്യർ ചേർന്നാണ് ഇവർക്ക് വേണ്ടി പ്രചാരണം നടത്തിയത്. പക്ഷേ തിരിച്ചിവർ കൊടുക്കുന്നത് അവർക്ക് പരിഹാസങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് UDF ഒരു പരിഹാസ പാത്രമായി ഇപ്പോൾ കേരളത്തിൽ നിൽക്കുകയാണ്. KC വേണുഗോപാലിനെ കാലുകുത്തിക്കില്ല എന്ന് VD സതീശന്റെ ഗ്രൂപ്പ് അതിശക്തമായി പറയുന്നു. ഇന്ന് തെരുവ് കത്തിച്ചുകൊണ്ട് VD സതീശൻ കൂട്ടർ നടത്തിയ പ്രതിഷേധം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വിലയിരുത്തുക. എന്തിനാണ് ഇങ്ങനെ നാറി നാണം കെടാൻ നിൽക്കുന്നത്? കേരള ജനത പിന്നാലെ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് VS-ന് വേണ്ടി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം അതേപോലെ തോന്നുന്നുണ്ട് ഇപ്പോ VD സതീശന് വേണ്ടി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ. VS-ന് വേണ്ടി ഉയർത്തിയ മുദ്രാവാക്യം പോലെ അല്ല. VS ഇലക്ഷന് മുമ്പാണ് VS-ന് വേണ്ടി, സീറ്റിന് വേണ്ടിയാണ്. ഇത് VD സതീശൻ കഷ്ടപ്പെട്ട് രായും പകലും ഉറക്കമില്ലാതെ കേരളത്തിന്റെ സർവ്വ മേഖലയും തൊട്ടുണർത്തിക്കൊണ്ട് VD സതീശൻ നടത്തിയ അഘോരാത്രമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ 102 സീറ്റ്. ആ 102 സീറ്റ് നേടിയപ്പോ ഇന്ത്യ ഒട്ടാകെ നടന്ന് കോൺഗ്രസിനെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഇന്ത്യ ഒട്ടാകെ തകർത്തെറിഞ്ഞ ഒരു AICC സെക്രട്ടറി എവിടുന്നോ പറന്നിറങ്ങി കേരള മണ്ണിൽ മുഖ്യമന്ത്രി ആവാൻ ശ്രമിച്ചാൽ അത് കേരള മണ്ണിൽ വില പോവില്ല. കേരള ജനത അനുവദിക്കില്ല. കേരള ജനതയിലെ ഈ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തനെങ്കിലും ജീവനുണ്ടെങ്കിൽ ഇന്ദിരയാണ് കട്ടായം. ഇത് ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ ഈ പറയുന്നത് പോലെ VD സതീശനെ മാറ്റി KC-നെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? KC-നെ കൊണ്ടുവരാനുള്ള നടക്കം അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അല്ലല്ല, നിങ്ങൾ അനാവശ്യമായ ചോദ്യമാണ് ഉന്നയിച്ചത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അർഹതയില്ല ഈ മൈക്ക് നോക്കി നടക്കാൻ. ഇവിടെ KC വേണുഗോപാലിന്റെ പേര് ആദ്യമായിട്ട് ഞങ്ങളാണ് പറയുന്നത്. അല്ലല്ല, ഒരിക്കലല്ല. ചോദ്യം മുഴുവൻ കേട്ടിട്ട് ചൂടാവണം. ഇപ്പൊ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോ മാധ്യമപ്രവർത്തകർ ഈ കാര്യം ചോദിക്കുമ്പോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഒരു ചർച്ചയേ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നിങ്ങളോട് ചോദിക്കില്ല. കാരണം ഇവിടെ വോട്ട് പെട്ടിയിലായതിന്റെ പിറ്റേന്ന് മുതൽ തുടങ്ങി 1 വർഷം മുമ്പ് ശ്രീ KC വേണുഗോപാലിന്റെ ഒരു ബൈറ്റുണ്ട്. എന്നെ നിങ്ങൾ അങ്ങനെ വിലയിരുത്തരുത്, ഞാൻ അതിന് തയ്യാറല്ല, എനിക്ക് അങ്ങനെ താല്പര്യമില്ല എന്ന്. 1 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ വോട്ടാകുന്നവരെ ആ സ്റ്റാൻഡിൽ നിന്നു. അത് കഴിഞ്ഞല്ലേ അദ്ദേഹം ഈ കളിയെല്ലാം കളിച്ചത്. ഞങ്ങൾ ഇവിടെ ഒരു നേതാവിന്റെയും പിണിയാളുകളല്ല. ആ 10 വർഷം ഞങ്ങൾ അനുഭവിച്ചു. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ടു. പിന്നെയുള്ള 5 വർഷം, ആ 5 വർഷം ഞങ്ങൾ സാധാരണ പ്രവർത്തകർ കൊണ്ടും കൊടുത്തും ഞങ്ങളുടെ ജീവൻ തുലാസിൽ നിന്ന സമയം ഞങ്ങളെ നയിച്ച VDS. ആ VDS ഒരു ജാതി മത വർഗീയ കക്ഷികളുടെയും മുന്നിൽ തലകുനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ആ നിലപാടിന് കേരളം കൊടുത്ത മറുപടിയാണ് 102 സീറ്റ്. ആ 102 സീറ്റ് ഇത് VDS-നുള്ളതാണ്, VDS-ന്റെ നിലപാടിനുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ തെരുവിലിറങ്ങുന്നത്. ഈ പറയുന്നത് പോലെ സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകർ ഇത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ള വിശദീകരണമാണ് ഇവരൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് അതേ ചോദ്യം അവരോട് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലല്ലേ നടക്കുന്നത്, ഇവിടെ ചുറ്റിലും നടക്കുന്നതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു. രണ്ടും പറയുന്നത് ഒരേ വിഭാഗമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ VD സതീശന്റെ പ്രയത്നമാണ്, ഈ 5 വർഷം കൊണ്ടുണ്ടായ പ്രയത്നമാണ് ഇവിടെ ഈ കാണുന്ന വിജയം 102 സീറ്റ് എന്നുള്ളതാണ് ഈ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം VD സതീശന് തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Please,
അശ്വിൻ ആരിത് പറയുമെന്നറിയാമോ? ആരിത് പറയുമെന്നറിയാമോ? ഏയുമില്ല അയ്യുമില്ല, ഏയുമില്ല അയ്യുമില്ല. ഞങ്ങളിലുള്ളത് കോൺഗ്രസ് രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, ASUI സിന്ദാബാദ്.